ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബിറ്റർനെസ്, കയ്പ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ജീവിതം കയ്പുള്ളതാണ്, അനുഭവങ്ങൾ കയ്പുള്ളതാണ്, ഓർമ്മകൾ കയ്പുള്ളതാണ്, പല പല ധാരണകളും കയ്പുള്ളതാണ്. കയ്പേറിയ ജീവിതം, ദുരിതപൂരിതമായ ജീവിതം, വിശ്രമരഹിതമായ ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, അസ്വസ്ഥത തിങ്ങിയ ജീവിതം, കയ്പേറിയ അനുഭവങ്ങൾ. ഓരോരുത്തർക്കും ഉറക്കാൻ കാണും, എനിക്ക് ചില കയ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. കയ്പേറിയ അനുഭവങ്ങൾ ഇപ്പോൾ ചിലരിൽ നിന്ന് നേരിട്ടതായ എതിർപ്പുകളായിരിക്കാം കയ്പ്, ചിലരിൽ നിന്ന് നേരിട്ടതായ ആക്രമണങ്ങളായിരിക്കാം കയ്പ്, ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരിക്കാം സ്നേഹമില്ലായ്മ, അത് കയ്പാണ്. ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല, അതൊരു കയ്പായിരിക്കും. കയ്പ്. പരീക്ഷയിലെ തോൽവി ഒരു കയ്പാണ്. ബിസിനസ്സിലെ പരാജയം ഒരു കയ്പാണ്. കഷ്ടവും നഷ്ടവും വരുന്നതും കയ്പാണ്. ചിലരിൽ നമ്മെ എതിർക്കുന്നതും നമ്മെ പകയ്ക്കുന്നതും ഒരു കയ്പാണ്. കയ്പ്. മക്കൾ സ്വഭാവ ദൂഷ്യത്തിൽ നാശത്തിലേക്ക് ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ അത് കയ്പാണ്. ആറ്റുനോറ്റുകൾ നടത്തിയ മക്കൾ താന്തോന്നികളായി കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്കും അശുദ്ധമായ കാര്യങ്ങളിലേക്കും എല്ലാം നീങ്ങി പോകുമ്പോൾ അത് കയ്പേറിയ അനുഭവമാണ്. കയ്പ്. മാരകമായ രോഗം പിടിപെടുന്നതും കയ്പാണ്. കയ്പ്. അന്തിമകാലത്ത് ഭാവിയിൽ ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് വീഴുന്നു, കാഞ്ഞിരം എന്ന നക്ഷത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ കണ്ടതായ ദർശനമാണ്, വരാൻ പോകുന്ന കാര്യമാണ്. ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് കണ്ടു. ഭൂമിയിൽ വീണ ഉടനെ ഭൂമിയിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ 1/3 കഴിച്ചുപോയി. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. കാഞ്ഞിരം എന്ന പേരുള്ളൊരു നക്ഷത്രം. എല്ലാം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാണ്. കാഞ്ഞിരം നക്ഷത്രം. അത് ഭൂമിയിൽ 1/3 വെള്ളം കാഞ്ഞിരം പോലെ കയ്പായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ എനിക്ക് സമാധാനത്തിനായി അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന് ഹിസ്കിയ രാജാവ് പറയുന്നുണ്ട്. കയ്പായത് ഭവിച്ചു. രോഗം, മാരകമായ രോഗം. അധികം കാലമില്ല, ഇനി തീരാൻ പോവുകയാണ്, ആയുസ് തീരാൻ പോവുകയാണ്. ദൈവത്തിന് അരുളപ്പാട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നീ സൗഖ്യമാകുകയില്ല എന്ന് ആമോസിൻ്റെ മകനായ യെശയ്യാവ് ചെന്ന് ഹിസ്കിയ രാജാവോട് പറഞ്ഞപ്പോൾ കയ്പേറിയ അനുഭവം, രോഗത്തിൻ്റെ കയ്പ്. ദൈവം കയ്പ് മാറ്റിക്കൊടുത്തു, ആയുസ് നീട്ടിക്കൊടുത്തു. മാറയിലെ വെള്ളം കയ്പായി തീർന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ മാറയിലുള്ള വെള്ളം, അവിടെ ആ മരുഭൂമിയിൽ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നു, കയ്പ്. അത് ആ മാറയിലെ വെള്ളം കയ്പായിരുന്നു. ചെന്ന് കുടിച്ചപ്പോൾ കുടിക്കുന്നവർ ഛർദ്ദിക്കുന്നു. അയ്യോ, ഇത് കുടിക്കാൻ വയ്യ. മാറയിലെ വെള്ളം കർത്താവ് മധുരമാക്കി തീർത്തു, കയ്പ് മധുരമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. കയ്പേറിയ അനുഭവങ്ങൾ രൂത്തിൻ്റെ ജീവിതത്തിലും നവമിയുടെ ജീവിതത്തിലും കയ്പേറിയ അനുഭവങ്ങൾ. നവമിയുടെ ഭർത്താവ് മരിച്ചുപോയി, രൂത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഓർപ്പയുടെ ഭർത്താവ് മരിച്ചുപോയി. 3 വിധവമാർ. കയ്പേറിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നാം ചിന്തിച്ച കാര്യങ്ങളാണ്, ഒന്ന് ഓർത്തുപോയി എന്ന് മാത്രം. പിന്നെ നാം കണ്ടത് ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കയ്പാണ്. എന്തെന്ത് കയ്പുകളാണ് വന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ അത് ചിന്തിച്ചതുകൊണ്ട് ഞാനിത് ആവർത്തിക്കുന്നില്ല. കയ്പേറിയ അനുഭവങ്ങൾ, ഡിസാസ്റ്റേഴ്സ്, ഡിസീസസ്, ഡിസ്ബിലീഫ്, ഡിസ്പെയർ, ലോൺലിനെസ്, എല്ലാം കയ്പേറിയ അനുഭവങ്ങൾ. അവസാനം ദൈവം ഇയ്യോബിനോട് ശക്തമായി ഇടപെട്ടു. ഇയ്യോബിൻ്റെ കണ്ണ് തുറന്നു. അതുവരെ ഇയ്യോബിന് തന്നെ നീതിമാൻ എന്നുള്ള ധാരണയുണ്ടായിരുന്നു, അത് മാറി. കയ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോയതുകൊണ്ട് ഞാൻ നീതിമാനെന്ന് ധരിച്ചിരുന്ന ഇയ്യോബിൻ്റെ ആ നീതിമാൻ എന്നുള്ള പരിവേഷം എല്ലാം ഊർന്നുപോയി, എല്ലാം മാറിപ്പോയി. ഞാനൊരു പാപിയാണ്, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയവനാണ്, ഞാൻ അരിഷ്ടനാണ്, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നെന്ന് ഇയ്യോബ് പറയാനിടയായി. സാക്ഷാത്തായ അനുതാപത്തിലേക്കും ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിലേക്കും ദൈവം കയ്പേറിയ അനുഭവങ്ങൾ കൂടി ഇയ്യോബിനെ നടത്തുകയാണ്. ഇയ്യോബിന് കയ്പേറിയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നെനിക്ക് ഓർമ്മയുണ്ട്, ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നുമല്ല, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ കയ്പേറിയ അനുഭവങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇയ്യോബ് എന്നും നീതിമാൻ എന്നുള്ള ഭാവേന ജീവിച്ചു പോകുമായിരുന്നു. ഭക്തനാണ്, നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷമിട്ട് അകലുന്നവനാണ്, സത്യസന്ധനാണ്, ഇതെല്ലാമാണ്. പക്ഷേ എങ്കിലും അത് കയ്പേറിയ അനുഭവങ്ങൾ വന്നതുകൊണ്ടാണ് ഇയ്യോബിന് ഞാൻ നീതിമാൻ അല്ല എന്ന് മനസ്സിലായത്. ഉണ്ട്, എന്നിൽ ഇപ്പോഴും ഒരു സ്വയമുണ്ട് എന്ന്.
എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു മതിപ്പുണ്ട് എന്ന്, എന്നെക്കുറിച്ച് എനിക്ക് എൻ്റെ അഭിമാനമുണ്ട് എന്ന്, എന്നെക്കുറിച്ച് എനിക്ക് സ്വന്തമായിട്ട് ഒന്ന് സന്തോഷിക്കാൻ തക്കവണ്ണുള്ളതായി അഭിമാനകരമായൊരു പാരമ്പര്യം എനിക്കുണ്ടായി എന്ന്, അഭിമാനകരമായ സ്വഭാവശുദ്ധി എനിക്കുണ്ടായി എന്ന്, എൻ്റെ സ്വഭാവത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ മുഴുവനായ അനുഗ്രഹം പകരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അഹങ്കരിച്ചു പോകരുതെന്നും ഒരിക്കലും ഒന്നിലും അഭിമാനം കൊള്ളരുതെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിച്ചു തരികയായിരുന്നു. നമുക്കും അങ്ങനെ തന്നെയാണ്. ഒന്നിലും അഭിമാനിക്കാനില്ല, ഒരു വിജയത്തിലും അഭിമാനിക്കാനില്ല, ഒരു നേട്ടത്തിലും അഭിമാനിക്കാനില്ല. എന്തുണ്ട് നേട്ടം? ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ക്രിസ്തു ഇല്ലെങ്കിൽ എല്ലാം പൂജ്യം. വിത്ത് ജീസസ് ഐ എം എ ഹീറോ ആൻഡ് വിതൗട്ട് ജീസസ് ഐ എം എ സീറോ. യേശു ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണ്, യേശു ഇല്ലെങ്കിലോ ഞാനൊരു സീറോ ആണ്, പൂജ്യമാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ ജീവിതം ഏറ്റവും ശോഭനമായിരിക്കും. എത്ര ദരിദ്രനായ മനുഷ്യനാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനാണെങ്കിലും, ഒരു കാര്യത്തിലും പ്രയോജനപ്പെടാത്തെന്ന് മറ്റുള്ള കാണുന്ന മനുഷ്യനാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഭാഗ്യശാലിയാണ്. ക്രിസ്തു ഹൃദയത്തിൽ വരിക. യോബിന് മനസ്സിലായി ഞാൻ പാപി എന്ന്. യോബിന് മനസ്സിലായി ഞാൻ പുറമേ പാപമൊന്നും എനിക്കില്ലെങ്കിലും, ഏതെങ്കിലും പാപത്തിൻ്റെ ചിന്ത വരുന്നില്ലെങ്കിലും, പാപത്തിൻ്റെ ആഗ്രഹം വരുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമാനകരമായ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അതെല്ലാം അബദ്ധമായിപ്പോയി എന്ന് യോബിന് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈഗോ ഉണ്ടായിരുന്നു. ഒരു ഈഗോ, എന്നെക്കുറിച്ച് തന്നെയൊരു മതിപ്പ്, എൻ്റെ കഴിവിനെക്കുറിച്ച്, എൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, എൻ്റെ ദൈവിക സംസർഗത്തെക്കുറിച്ചെല്ലാം ഒരു മതിപ്പ്, നീതിമാൻ എന്നുള്ളതായൊരു അഭിപ്രായം, അതെല്ലാം ഇയ്യോബ് ഉരിഞ്ഞു കളഞ്ഞു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ കഷ്ടപ്പാട് വരുന്നത് നല്ലതാണ്, ദുരിതങ്ങൾ വരുന്നത് നല്ലതാണ്, ദാരിദ്ര്യം വരുന്നത് നല്ലതാണ്, രോഗം വരുന്നത് നല്ലതാണ്, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ മനസ്സിലാവുകയില്ല. ഏതാനും നാളുകൾ കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാഗ്യമായല്ലോ എന്ന് ഓർക്കും. എന്തൊരു ഭാഗ്യം! എങ്ങനെ? നിങ്ങൾ കർത്താവിനെ മുൻനിർത്തിയാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തോന്നുകയില്ല. യേശു ക്രിസ്തുവിനെ മുൻനിർത്തി ഒരു സമാനസാന്തര ജീവിതം നിങ്ങൾ നയിക്കുന്നുവെങ്കിൽ എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും എല്ലാം, എല്ലാ ശോധനയിൽ കൂടെയും നാം തനി തങ്കം പോലെ പുറത്തു വരുന്നവരാണ്. തീയിലൂതി കഴിച്ച പൊന്നു പോലെ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനതാണ് കിട്ടിയത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ബിറ്റർനെസ് കഴിഞ്ഞു ഒരു സ്വീറ്റ്നെസ് കിട്ടി, കയ്പ് കഴിഞ്ഞു ഒരു മധുരം കിട്ടി. ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 പേർ കാളയും 1,000 പെൺകഴുതിയും ഉണ്ടായി. എത്രയോ വലിയ മൃഗസമ്പത്ത് അവനുണ്ടായി. അതൊക്കെ ചിന്തിക്കാൻ വയ്യ. വലിയൊരു മൃഗസമ്പത്ത് അവനുണ്ടായി. പിന്നെ അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. എന്തൊരത്ഭുതം! 7 പുത്രന്മാരും മരിച്ചു പോയിരുന്നു. ഇപ്പോൾ 7 പുത്രന്മാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമീമ എന്നും, രണ്ടാമത്തവൾക്ക് കെസിയ എന്നും, മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അയ്യോ പേരിട്ടു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ആ പെൺമക്കളുടെ സൗന്ദര്യം അത്യന്തം അതിശയകരമായിരുന്നു, അത്യന്തം ശോഭായമാനമായിരുന്നു. പിന്നെ അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു. അപ്പൻ അവരുടെ സഹോദരന്മാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആ പെൺമക്കൾക്കും അപ്പൻ അവകാശം കൊടുത്തു. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അവൻ ഇയ്യോബ് മക്കളെ കണ്ടു, മക്കളുടെ മക്കളെ കണ്ടു, 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണനായി മരിച്ചു. വളരെ അർത്ഥവത്തായ വാക്കുകളാണിതെല്ലാം. കാലസമ്പൂർണനായി മരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അത്യാഹിതങ്ങൾ വരാം, അപകടങ്ങൾ വരാം, പെട്ടെന്നുള്ള രോഗങ്ങൾ വരാം. പക്ഷേ ദീർഘായുസ് ദൈവം തരുന്ന ദാനമാണ്. ദീർഘായുസ് 91-ാം സംഘത്തിൻ്റെ അവസാന വാക്യം വായിക്കാം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ആയുസ്സിന് ഭംഗം വരികയില്ല. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് ലഭിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അപ്പനെയും അമ്മയെയും അനുസരിപ്പീൻ, അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ.
നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഒരിക്കലും അവരെ പുച്ഛിക്കരുത്. എൻ്റെ അത്രയും വിദ്യാഭ്യാസത്തിൻ്റെ അപ്പനില്ലല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. എൻ്റെ അമ്മയ്ക്ക് ഒരു കഴിവില്ലെന്ന് പറഞ്ഞാൽ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. ഭാര്യയും ഭർത്താവ്, മോനും മോൻ്റെ ഭാര്യയും കൂടി ഇരുന്നു കൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കുറ്റം പറഞ്ഞ് രസിക്കരുത്. ഒരിക്കലും പാടില്ല. ഓർത്തുകൊള്ളണം. കാരണം എന്താണെന്നറിയാമോ? ഇത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ, നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. 6-1 വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ? അത് ന്യായമായ കാര്യമാണല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഈ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിനക്ക് ഈ ഭൂമിയിൽ നന്മയുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നിനക്ക് ദീർഘായുസുണ്ടാകും. എങ്ങനെ? 1, നിനക്ക് ഈ ഭൂമിയിൽ നന്മയുണ്ടാകുവാൻ. 2, നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ. എന്തിന്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, മാതാപിതാക്കളെ പാലിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇത് കൂട്ടായ്മയിലുള്ള അനേകം പേർക്കും ഇല്ലാത്ത ഒരു കാര്യമാണത്. അപ്പനെയും അമ്മയും അത്ര ബഹുമാനിക്കുന്നില്ല, അത്ര ഗവനിക്കുന്നില്ല. ഞാൻ നല്ല ആത്മീയമായി നല്ല ഉണർവിൽ നിൽക്കുന്നയാളാണ്, ഞാൻ നല്ല ഭക്തനാണ്, ഞാൻ കൂട്ടായ്മയിൽ പോകുന്നതാണ്, അപ്പന് കൂട്ടായ്മയോട് ഇഷ്ടമൊന്നുമില്ല, അമ്മയ്ക്ക് കൂട്ടായ്മ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അമ്മയെ നിഷേധിക്കരുത്, അപ്പനെ നിഷേധിക്കരുത്, അപ്പനെ ധിക്കരിക്കരുത്. മാതാപിതാക്കളെ മാനിച്ചു കൊള്ളണം. നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ആ പ്രത്യേകത നിങ്ങളുടെ മാതാപിതാക്കൾ കാണണം. നിങ്ങളുടെ എളിമ, നിങ്ങളുടെ സ്വഭാവത്തിലുള്ള വിനയം, നിങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം എല്ലാം മാതാപിതാക്കൾ കാണണം. സ്നേഹോഷ്മളമായ പെരുമാറ്റം, നല്ല സ്നേഹം. അപ്പനും അമ്മയും കൂട്ടായ്മയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ദേഷിക്കരുത്, അവരോട് വഴക്കായിരിക്കരുത്, അവരെ വെറുക്കരുത്. നിങ്ങൾ അവരെ സ്നേഹിച്ചു കൊള്ളുക, അവരെ നിങ്ങൾ കരുതിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറയട്ടെ, കൂടെ ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ, ഭാര്യമാർ ഭർത്താവിന് ഇപ്പോഴും മദ്യപാനം ഇട്ടിട്ടില്ല, ഭർത്താവ് കൂട്ടായ്മയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ അകറ്റി നിർത്തരുത്, ഭർത്താവിനെ ദേഷിക്കരുത്. ഭർത്താവിനെ സ്നേഹിച്ചു കൊള്ളണം. സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹിച്ചു കൊള്ളണം. നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുന്നു, വചനം കേൾക്കുന്നു, നല്ലത് തന്നെ. ഭർത്താവിന് നിർഭാഗ്യവശാലത്തിന് കണ്ടുകാഴ്ച കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ദ്വേഷിക്കുകയോ അകറ്റുകയോ ചെയ്യരുത്. അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിച്ചു കൊള്ളണം, അദ്ദേഹത്തെ നിങ്ങൾ മാനിച്ചു കൊള്ളണം, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ നിറവേറ്റി കൊടുത്തു കൊള്ളണം. ഭർത്താവാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. ദൈവത്തിന് സ്തോത്രം. അവരൊന്നിച്ചിരിക്കുമ്പോഴാണ് ദൈവിക സന്തോഷത്തിൻ്റെ ആ സൗഭാഗ്യമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത്. ഒരുമിച്ച് ഇരിക്കത്തക്കവണ്ണം, ഒരുമിച്ച് കാണപ്പെടത്തക്കവണ്ണം, അവരും ആത്മീയമായി വരത്തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥനയിലിട്ടിരിക്കുക. ഭർത്താവ് കാണാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യ കാണാതെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാണുമ്പോൾ അപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും. അതുകൊണ്ട് അദ്ദേഹം കാണാതെ, ഭർത്താവ് കാണാതെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, കണ്ണീരൊഴുക്കുക. വേണമെങ്കിൽ രാത്രികാലങ്ങളിൽ ഭർത്താവ് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പയ്യെ എഴുന്നേറ്റ്, ഭർത്താവ് അറിയാതെ, ശബ്ദം ഉണ്ടാക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് മുട്ടിന്മേലിരിക്കുക. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുക. കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കാണപ്പെടുമാറാകണമേ, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ മക്കൾ എത്തുമാറാകണമേ. എൻ്റെ ഈ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നീ എനിക്ക് തന്ന എൻ്റെ ഭർത്താവ്, കർത്താവേ, എൻ്റെ ഈ ഭർത്താവ് നാശത്തിലേക്ക് പോകാൻ നീ സമ്മതിക്കല്ലേ. എനിക്ക് തന്നതായ വചനവും സ്നേഹവും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് കർത്താവേ, അദ്ദേഹത്തിന് കൈവിട്ട് കളയല്ലേ. നാഥ, അദ്ദേഹത്തെ രക്ഷിച്ചു കൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം, നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തീ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തീയുടെ ചൂട് ഭർത്താവിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്തിട്ടല്ല, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്. അങ്ങനെ ആയിരിക്കണം നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ. ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിച്ചതാണ്, പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയെക്കുറിച്ച് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, പലരും പല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നു എങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട. ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരമാണോ നിങ്ങൾ ജീവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവപ്രകാരമാണോ ജീവിക്കുന്നത്? ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട, ഒരു അധീശക്തിയെയും പേടിക്കേണ്ട, ഒരു അധികാരത്തെയും പേടിക്കേണ്ട. ഒറ്റയ്ക്കൊരു കാര്യം, യേശുക്രിസ്തു കാണിച്ചു തന്ന അതേ മാതൃകയിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ടായാൽ പ്രിയപ്പെട്ടവരെ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും പേടിക്കേണ്ട. പേടിക്കേണ്ടത് ഇപ്പോൾ നമ്മളെ തന്നെയാണ്. ഞാൻ ആകേണ്ടതുപോലെ ആയില്ലല്ലോ, സുവിശേഷന്മാർ സുവിശേഷകരെ പോലെ ആയിട്ടില്ലല്ലോ, സുവിശേഷം പറയുന്നവരെ സുവിശേഷം പറയേണ്ടവരെ പോലെ ആയിട്ടില്ലല്ലോ. ഇന്നും മാറ്റം വരേണ്ടിയിരിക്കുന്നല്ലോ.
കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, കർത്താവിൻ്റെ വേലക്കാരെന്ന് പറയുന്നവർ, അവർ കർത്താവിൻ്റെ ഭാവമില്ലാതെ പ്രവർത്തിച്ചു പോകുന്നല്ലോ, നിരൂപിച്ചു പോകുന്നല്ലോ. അവരുടെ ജീവിതത്തിലെ അനേകം കാര്യങ്ങളിൽ അവർ പിശാചിന് ഇടം കൊടുത്തു പോകുന്നല്ലോ. പണമിടപാടുകളിൽ പിശാചിന് ഇടം കൊടുക്കുന്നു. പണമിടപാടുകളിൽ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. പണമിടപാടുകളിൽ വിശ്വസ്തരല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾ കലഹം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് കാരണങ്ങൾക്ക് ന്യായങ്ങൾ പറയാൻ കാണും. ഒരിക്കലും നിങ്ങൾ കലഹം ഉണ്ടാക്കരുത്. കാരണം വേദപുസ്തകം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവീൻ, അനേകർക്ക് സമാധാനം കൊടുക്കുന്നവരായി തീരുവീൻ. ദൈവത്തിന് സ്തോത്രം. മുൻകോപം പാടില്ല, കോപിക്കാൻ പാടില്ല. നിങ്ങൾ കൂട്ടായ്മയിൽ പോകുന്നു, പക്ഷേ ശുണ്ഠി മാറുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. കൂട്ടായ്മ വരുന്നു, പക്ഷേ പഴയ കോപം എപ്പോഴും ഉണ്ടെന്നാണ് നിങ്ങളുടെ ഭാര്യ പറയുന്നെങ്കിൽ, ഭർത്താവ് പറയുന്നെങ്കിൽ, എത്രയോ ഭയാനകമായ കാര്യമാണ്, നഷ്ടമാണത്. ആൾ മാറിപ്പോയി എന്ന് ഭാര്യയ്ക്ക് തോന്നണം, അല്ലെങ്കിൽ ഭർത്താവിന് തോന്നണം. ആൾ മാറിപ്പോയി, പഴയ കോപമൊന്നും അവൾക്കിപ്പോൾ ഇല്ല, പഴയ വാശിയും ശാഠ്യവും അവൾക്ക് ഇപ്പോഴില്ല, പഴയ രീതിയിലുള്ളതായ ആ ഒരു മർക്കടമുഷ്ടി അവൾക്കിപ്പോഴില്ല. ഞാൻ പറഞ്ഞ് ജയിക്കണമെന്നുള്ളതായ വാശിയൊന്നും അവൾക്കില്ല. അവൾ ആൾ മാറിപ്പോയി. ഇങ്ങനെ മറ്റുള്ളവർക്ക് തോന്നണം, നമ്മളെ കണ്ട് തോന്നണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ജീവിതം മാതൃകയായിരിക്കണം. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ മറ്റു കുട്ടികളെ പോലല്ല അവൻ ജീവിക്കുന്നത്, മറ്റു പിള്ളേരെ പോലല്ല. അവന് ചില ജീവിത നിഷ്ഠകളുണ്ട്. കൊള്ളാം, അവൾക്ക് ചില ജീവിതനിഷ്ഠകളുണ്ട്. അവൾ വെറുതെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിക്കുകയില്ല. അവൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പോവുകയില്ല. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. പറയണം, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാലസമ്പൂർണ്ണതയിൽ മരിക്കുന്നു. ദീർഘായുസ്സോടെ ജീവിച്ചിരുന്നു, കാലസമ്പൂർണ്ണതയിൽ മരിക്കുന്നു. അബ്രഹാം കാലസമ്പൂർണ്ണതയിൽ മരിച്ചു. ഇസ്ഹാക്ക് കാലസമ്പൂർണ്ണതയിൽ മരിച്ചു. യാക്കോബ് കാലസമ്പൂർണ്ണതയിൽ മരിച്ചു. യൗസേപ്പ് കാലസമ്പൂർണ്ണതയിൽ മരിച്ചു. പൂർവ്വപിതാക്കന്മാർ അങ്ങനെയാണ്. അവർ കാണിച്ചത് മാതൃകയാണ്. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണ്ണതയിൽ മരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗം വരുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് വിശുദ്ധിയെ തയ്ക്കാൻ ആയുസ് നീട്ടിത്തരാമോ? കർത്താവേ, എനിക്ക് നിൻ്റെ വേല തയ്ക്കാൻ ആയുസ് നീട്ടിത്തരാമോ? കർത്താവേ, എനിക്ക് നിൻ്റെ ഹിതം നിവർത്തിക്കാൻ ആയുസ് നീട്ടിത്തരാമോ? ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, സമയമാകുന്നതിന് മുമ്പേ എന്നെ പിശാച് റാഞ്ചി കൊണ്ടുപോകാൻ സമ്മതിക്കല്ലേ എന്ന് പറയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വേല തയ്ക്കാതെ അതിന് മുൻപ് എന്നെ വലിച്ചുകൊണ്ട് പോകല്ലേ എന്ന് പറയണം. പിശാചിനെ റാഞ്ചി കൊണ്ടുപോകാൻ ഇടവരല്ലേ എന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണത്. കർത്താവേ, സമയത്തിന് മുമ്പേ നീ എന്നെ മാറ്റിക്കളയരുതേ, സമയത്തിന് മുമ്പേ നീ എന്നെ കൈവിട്ട് കളയരുതേ. ദീർഘായുസ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് വയസ്സ്? ഇയ്യോബ് കാലസമ്പൂർണനായി മരിച്ചു. കാലസമ്പൂർണനായി മരിച്ചു. എല്ലാം തികച്ച ശേഷം സന്തോഷത്തോടെ മരിച്ചു. തോമസ് പെയിൻ എന്ന് പറയുന്ന തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് മരണത്തോട് കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോസ്റ്റ് എവറിതിങ് ലോസ്റ്റ്. എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം ലോസ്റ്റ് എവറിതിങ് ലോസ്റ്റ്. എല്ലാം നഷ്ടപ്പെട്ടു. വലിയ ചിന്തകനായിരുന്നു, പണ്ഡിതനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അദ്ദേഹം നിരാശയോടെ പറയുകയാണ്, ലോസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. വേറൊരാൾ, അദ്ദേഹം നിരീശ്വരനായിരുന്നു. അദ്ദേഹം മരണക്കിടക്കയിൽ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കൈ ഇങ്ങനെ പൊക്കുകയാണ്. കൈ പൊക്കുമ്പോൾ കൈ പൊക്കിയിട്ട് വളരെ നിരാശയോടെ കൈ താഴ്ത്തിയിടുന്നു. കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചു, എന്തിനാ കൈ പൊക്കുന്നത്? ഞാൻ പിടിക്കാൻ നോക്കുകയാണ്, പിടുത്തം കിട്ടുന്നില്ല. ഞാൻ താണു പോകുന്നു, പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പിടിക്കാൻ നോക്കുകയാണ്, കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിടുത്തം കിട്ടുന്നില്ല. മരണനേരത്ത് പിടുത്തം കിട്ടുന്നില്ല. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ എന്ന് പറയുന്ന വലിയ ചിന്തകനുണ്ടായിരുന്നു. വലിയ ചിന്തകനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, 12 മുക്കുവത്തൊഴിലാളികൾ വേണ്ടി വന്നു ക്രിസ്തുവിൻ്റെ മതം പ്രചരിപ്പിക്കാൻ. എന്നാൽ ഞാൻ ഈ ഒരൊറ്റ ഫ്രഞ്ചുകാരൻ മതി ഈ ക്രിസ്തു മതം പൊടിച്ച് തകർക്കാൻ. എല്ലാം ഞാൻ തകർക്കും. ഇപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നവർ കൊണ്ട് നടക്കുന്ന പുസ്തകമുണ്ടല്ലോ, ബൈബിൾ, അത് എന്നേക്കുമായി മനുഷ്യൻ ഉപേക്ഷിച്ച് കളയും. ആർക്കും വേണ്ടാത്ത പുസ്തകമായി തീരും. അദ്ദേഹം ഇത് പറഞ്ഞ് മരിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്നും ഫ്രാൻസിൽ അദ്ദേഹം ഇരുന്ന് സംസാരിച്ച ആ ഭവനം ഒരു വലിയൊരു ലൈബ്രറിയായി മാറി. വേദപുസ്തകത്തിൻ്റെ കോപ്പികളെല്ലാം നിറച്ചു വയ്ക്കുന്നൊരു ഭണ്ഡാരപ്പുരയായി മാറി. എന്തൊരത്ഭുതമാണ്. അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴോ
അദ്ദേഹത്തിന് പിടികിട്ടാതെ പോയി. എന്താണ്, എനിക്ക് രക്ഷ കിട്ടുന്ന, സമാധാനം കിട്ടുന്നില്ലല്ലോ. മരണം അടുത്തടുത്ത് വരികയാണ്. മരണം അരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ക്രിസ്തു വിശ്വാസിയെ വിളിച്ചുകൊണ്ട് വരാമോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ക്രിസ്തു വിശ്വാസിയെ. അവർ പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ക്രിസ്തുവിനെ ഞങ്ങൾ നിഷേധിച്ച ആളല്ലേ, പിന്നെ ക്രിസ്തു വിശ്വാസിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത് ശരിയാണോ? നിങ്ങളിന്നെ ഉപേക്ഷിച്ചോ? ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളിന്നെ ഉപേക്ഷിച്ചോ? അദ്ദേഹം ആക്രോശിച്ചു, അദ്ദേഹം കരഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു 6 മാസം ആയുസ് നീട്ടി കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ സയൻസ് അനുസരിച്ച് 6 മാസമല്ല 6 ആഴ്ച പോലും നിങ്ങൾക്ക് ആയുസുള്ളതായിട്ട് കാണുന്നില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ നിഷേധിച്ച ക്രിസ്തു സത്യമായും ദൈവമാണെന്ന് വിളിച്ചു പറയാൻ എനിക്കൊരു 6 മാസം അവസരം കിട്ടിയാൽ ഞാൻ ലോകം എങ്ങും പോയി പറഞ്ഞോളാം. അവസരം കിട്ടിയില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം മരിക്കാൻ തുടങ്ങുമ്പോൾ ആക്രോശത്തോടെ കൈ മുഷ്ടി ഉരുട്ടി ആകാശത്തിലേക്ക് വീശുകയും അന്തരീക്ഷത്തിൽ മുഷ്ടി ഉരുട്ടി വീശിയിട്ട് അദ്ദേഹം നെഞ്ചത്തേക്ക് അടിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നിലവിളിച്ചു. വലിയ പണ്ഡിതനായിരുന്നു, തത്വശാസ്ത്രജ്ഞനായിരുന്നു, താത്വിക ആചാര്യനായിരുന്നു. കേൾക്കണമോ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ചിലർ കാണാതെ വിചാരിക്കും. ഐ എം സിങ്കിങ് ഡീപ്പ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ. നരകത്തിൻ്റെ അഗ്നിയിലേക്ക് ഞാൻ താണു പോകുന്നു. ഐ എം സിങ്കിങ് ഡീപ്പ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ. ക്യാൻ റെസ്ക്യൂ മീ. എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണനേരത്ത് എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും വീർപ്പടങ്ങി നിൽക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, കാലസമ്പൂർണനായി മരിച്ചു എന്നുള്ള സംതൃപ്തിയോടെ കടന്നുപോയ ഭക്തന്മാരുണ്ട് ഈ ലോകത്ത്. കാലസമ്പൂർത്തിയോടെ കടന്നുപോയി എന്നുള്ള ഭക്തന്മാർ. D.L. മോഡി മരിക്കാൻ നേരത്ത് അദ്ദേഹം ആ കിടന്ന കിടപ്പിൽ അദ്ദേഹം കുറേ നേരം കണ്ണടച്ച് കിടന്നു. എന്തോ ഒരു ശബ്ദമുയർത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോനും ഓടി വന്നത്. മരിക്കാൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹം കണ്ണടച്ച് കിടക്കുകയാണ്. എപ്പോഴോ കണ്ണ് തുറന്നു. അദ്ദേഹം ചോദിച്ചു, മമ്മ നീ കരയുകയാണോ? ഭാര്യ മമ്മ എന്ന് വിളിക്കും. മമ്മ നീ കരയുകയാണോ? മോനെ വില്യം നീ കരയല്ലേ? ഞാൻ മനോഹരമായ പൂന്തോട്ടം കണ്ടിട്ട് വരികയാണ്, അതിമനോഹരമായ ഉദ്യാനം കണ്ടിട്ട് വരികയാണ്. ഇന്ന് എൻ്റെ കിരീടധാരണ ദിവസമാണ്. കിരീടധാരണ ദിവസം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കിരീടധാരണ ദിവസമാണ്. ഇതാ ഞാൻ കാണുന്നു അക്കരദേശത്തിൻ്റെ മനോഹാരിത മുഴുവൻ ഞാൻ കാണുന്നു. ഞാനങ്ങോട്ട് യാത്രയാവുകയാണ്. നിങ്ങൾക്കറിയല്ലേ, ഇത്രയും സന്തോഷിക്കേണ്ട സമയമാണിത്. പിന്നെയും കണ്ണടച്ചു. അവരിങ്ങനെ വീർപ്പടക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും കണ്ണു തുറന്നു. ഞാൻ വീണ്ടും കണ്ടിട്ട് വരികയാണ്. ദൈവത്തിൻ്റെ മനോഹരമായ പൂന്തോപ്പിലൂടെ ഞാൻ ഉലാവിയിട്ട് വരികയാണ്. മാലാഖമാരുടെ അകമ്പടിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ട് വരികയാണ്. എൻ്റെ കിരീടധാരണ ദിവസം. വലിയ മഹോത്സവമാണ് അവിടെ. സ്വർഗത്തിൽ മഹോത്സവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയരുത്, ഞാൻ സമാധാനദേശത്തേക്ക് പോകുന്നു. കണ്ണടച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നല്ലത് മരിച്ചു കടന്നുപോയ അനേകം വിശുദ്ധന്മാരുണ്ട്, സന്തോഷത്തോടെ മരിച്ചു പോയവർ. ദൈവത്തിന് സ്തോത്രം. ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു വളരെ ഉന്നതനായ സുവിശേഷൻ ഉണ്ടായിരുന്നു, റിച്ചാർഡ് ബോൺഹോഫർ. അദ്ദേഹത്തെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്, കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. നാസികൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഹിറ്റ്ലറുടെ നാസി പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഇത് അനുഗ്രഹകരമായൊരു അവസരമാണ്, നിങ്ങൾക്കോ ഇതൊരു അവസാനമാണ്. എൻ്റെ ജീവിതം അവസാനിക്കുകയല്ല, എൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്, സന്തോഷത്തിൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. അവർ പറഞ്ഞു, അങ്ങ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് വെറുതെ വിട്ടുകൊള്ളാം. ഒറ്റയ്ക്കൊരു വാക്ക്, ഹിറ്റ്ലറെ അനുസരിച്ച് കൊള്ളാമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇല്ല, ഇത്രയും കാലം നടത്തിയ എൻ്റെ യേശുവിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഞാൻ യേശുവിൻ്റെ വകയായി ജീവിക്കും. ഞാൻ മരിക്കുമ്പോൾ യേശുവിൻ്റെ വകയായി മരിക്കും. സന്തോഷത്തോടെ കടന്നുപോയി. നിങ്ങൾക്ക് ഇത് സാധാരണ ഒരു മരണം മാത്രം, എനിക്കോ ജീവിതത്തിൻ്റെ മഹോത്സവ ദിവസം. സഹോദരങ്ങളെ, കേൾക്കൂ, നിങ്ങൾ ജീവിതത്തിൻ്റെ കാലസമ്പൂർത്തിയിൽ മരിക്കാൻ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ മരിക്കാൻ ഇന്ന് നിങ്ങൾ ഒരുങ്ങാം. വേറെ ഒന്നും വേണ്ട, മറ്റൊന്നും വേണ്ട. നാളെ ഒരു ദിവസം നമ്മൾ കൂടി കാണുന്നതിന് മുമ്പ് ഈ ലോകത്ത് കടന്നു പോയാലും നാം അക്കരദേശത്ത് കാണണം, കണ്ടുമുട്ടണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് മാത്രമാണ് ലക്ഷ്യം, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി മാത്രമാണ് ഈ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കടന്നുപോയി, ഞാനും കടന്നു പോകും. എന്നാൽ ആ നിമിഷം സന്തോഷത്തിൻ്റെ ദിവസമായി കാണാനും
മരണനേരത്ത് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സന്തോഷത്തിൻ്റെ പർദീസായിലേക്ക് പറക്കാനും സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങൾ ഒരുക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക. യേശുവിനായ ജീവിതം വേർതിരിക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക, പാപമോചനം പ്രാപിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അർഹിക്കാത്ത അനുഗ്രഹങ്ങളാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോഗ്യതയില്ലല്ലോ കർത്താവേ. അവിടെ നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, അവിടുത്തെ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ശിരസിൽ തൃക്കരം വെക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശുദ്ധരായി ഒരുങ്ങുവാനുള്ളത് ഭാഗ്യം എല്ലാവർക്കും നൽകണമേ കർത്താവേ. സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ, ജാതി വ്യത്യാസം കൂടാതെ എല്ലാവരും യേശുവിനെ കാണാനിടയാകട്ടെ കർത്താവേ. ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ, ശത്രുവിൻ്റെ കോട്ടകൾ തകരട്ടെ. യേശുവെ, അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.